ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, 28 ഇടങ്ങളിൽ 14 അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. മെയ് 7 കർണാടകയിൽ 2ാം ഘട്ടം. മിണ്ടാൻ കഴിയുമോ BJPക്ക്? അവിടെ കിട്ടേണ്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നടപടി, പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നോട്ടീസുകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കേണ്ടതുണ്ടോ? ഒപ്പം അബിൻ ആരോപിച്ച കാര്യത്തിലുള്ള മറുപടിയും. ആദ്യം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ലഘുവായ പ്രശ്നങ്ങൾ ഇതുമായിട്ട് താരതമ്യം ചെയ്യരുത്. രാജ്യം കണ്ട ഏറ്റവും സംഘടിതമായ ഒരു സൈക്കോ ക്രിമിനൽ നടത്തിയിട്ടുള്ള ഏറ്റവും ഭീകരമായ ഒരു ലൈംഗിക ആക്രമണ കേസാണ് നമ്മുടെ മുമ്പിലുള്ളത്. മനുഷ്യത്വമുള്ള ജനാധിപത്യ ബോധമുള്ള ഒരാൾക്കും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇതിനെ സാമാന്യവൽക്കരണങ്ങളിലൂടെയോ ഏതെങ്കിലും ആളുകളുടെ തീവ്രത അളക്കുന്ന യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പ്രതിരോധിക്കാൻ കഴിയാത്തത്ര ഭീകരമായ രാഷ്ട്രത്തോട് ചെയ്യുന്ന കുറ്റമാണ്. ഈ ബ്രിജുഭൂഷൺ ശരൺദാസിൻ്റെ മകന് സീറ്റ് കൊടുത്തപ്പോൾ എന്താണ് സാക്ഷി മാലിക് പറഞ്ഞത്? രാജ്യത്തെ പെൺമക്കൾ തോറ്റു എന്നാണ്. നിങ്ങൾ നാരീ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ അത്രാസിൽ കണ്ടതാണ്, ഉന്നാവൂർ കണ്ടതാണ്. പരസ്യമായി റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെ അവരുടെ നാവരിഞ്ഞു കളയുക, ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കാതെ കൊല ചെയ്യുക, എന്നിട്ട് രാജ്യത്തെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ കത്തിച്ച് കളയുക. ഈ സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ നിങ്ങൾ ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയത് രാജ്യത്തൊട്ടാകെ ഇപ്പോൾ നടപ്പാക്കുകയാണ്. ഏത് സ്ത്രീവിരുദ്ധനും ഏത് ക്രിമിനലും ഏത് ബലാത്സംഗക്കാരനും നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരാണ് നിങ്ങൾക്ക് ശക്തി നൽകുന്ന. രേവണ്ണ ജയിച്ചു വന്നാൽ അദ്ദേഹം മോഡിക്ക് ശക്തി കൊടുക്കും. ഈ രീതിയിൽ എല്ലാ കുറ്റകൃത്യങ്ങളുമായി സന്ധി ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് BJPക്കുള്ളത്. ആ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരും. അങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ ഇത്തരം കാര്യങ്ങളൊന്നും പറയേണ്ട. ഇതെല്ലാം നമ്മൾ എത്രയോ ചർച്ചകളിൽ പറഞ്ഞതാണ്. നിങ്ങളിവിടെ ചെയ്തിരിക്കുന്ന എന്താണ്? നിങ്ങൾ പ്രകോപിതനാകുമ്പോൾ നിങ്ങളിലെ വർഗീയവാദി, നിങ്ങളുടെ ഒരു നിർമാനുഷികത ഉണരുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഉണർന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മരിച്ച ഒരാളെ പോലും അയാൾ ചെയ്ത കുറ്റത്തിന് രാജ്യത്തിന് നിയമമനുസരിച്ച് ശിക്ഷ കൊടുക്കും. പക്ഷെ കുറ്റവാളിക്കും മാനുഷികമായ അവകാശങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കുറ്റവാളിയുടെ മൃതദേഹത്തോടും അന്തസ്സോടുകൂടി പെരുമാറാൻ ലോക നിയമങ്ങൾ പറയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും മനസ്സിലാക്കാതെ വെറുതെ അതും ഇതും ഇതുപോലുള്ള ചർച്ചകളിൽ പറയുന്നത് മലയാളിയുടെ തന്നെ പ്രബുദ്ധതയെ ജനാധിപത്യ വെല്ലുവിളിക്കലാണ്. ഇനി മാധു പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ സംസാരിക്കട്ടെ ഷാബു പ്രസാദേ, താങ്കൾ മിണ്ടാതിരിക്കേ. ഞാൻ പറയട്ടെ. താങ്കൾ അതേസമയം ഞാൻ അബിൻവർക്ക് സംസാരിച്ചപ്പോൾ ഞാൻ താങ്കളുടെ ഭാഷയും പ്രയോഗവും കേട്ടാൽ മിണ്ടാതിരിക്കാൻ പറ്റുമോ? താങ്കൾ എന്ത് ഭാഷയാണ് ഉപയോഗിച്ചത് ഇവിടെ? താങ്കൾ എന്ത് ഭാഷയാണ് ഉപയോഗിച്ചത്? മാധു, ഇദ്ദേഹം നിർത്തുവാണെങ്കിൽ ഞാൻ പറയാം. ശ്രീ ഷാബു പ്രസാദ് ശരിയാണ്. ശ്രീ ഷാബു പ്രസാദ് ആ സമയത്ത് KT കുഞ്ഞിക്കണ്ണൻ ഇടപെട്ടു, അതുകൊണ്ട് അങ്ങും ഇടപെട്ടു. അത് അവസാനിപ്പിക്കുക. അദ്ദേഹത്തിന് പറയാനുള്ള സമയം കൊടുക്കണം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അങ്ങേക്ക് തുടരാം. മാന്യത എന്ന് പറയുന്നത് ശ്രീ ഷാബു പ്രസാദ് വഴങ്ങണേ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ തുടരൂ. നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന ഇത്തരം സംഭവങ്ങളോട് വളരെ നീതിപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുക എന്നത് നമ്മുടെ രാജ്യം സ്ത്രീകളും ദളിതുകളും ന്യൂനപക്ഷങ്ങളുമൊക്കെ അവരുടെ എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളും അവരുടെ ജീവനും സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതിൻ്റെ പ്രശ്നം. ഇപ്പോൾ തോക്കു ചൂണ്ടിപ്പോലും ഒരു സ്ത്രീയെ ബലാത്സംഗത്തിന് വിധേയമാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആരാണ്? ഈ അധോലോക സിനിമാ നായകന്മാരെ പോലെയാണ് ഇദ്ദേഹം ജീവിച്ചത്, ഇദ്ദേഹം പ്രവർത്തിച്ചത്. അത്തരമൊരു കുറ്റകൃത്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം, ദേവഗൗഡയുടെ പാർട്ടിയുമായിട്ടുള്ള രാഷ്ട്രീയമായ ബന്ധം കേരളത്തിലെ JDSൻ്റെ ആൾക്കാർ ഉപേക്ഷിച്ചിട്ടുണ്ട്. സാങ്കേതികമായി മാത്രം നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ദേവഗൗഡയുടെ പാർട്ടിയാണ് അവർക്ക് ചിഹ്നം കൊടുത്തത്. അപ്പോൾ അത്തരം ഒരു പ്രശ്നം പരിഹരിക്കാൻ സമയം ആവശ്യമുണ്ട്. അല്ലാതെ ദേവഗൗഡയുടെ ഇന്നത്തെ NDA ബന്ധത്തോടോ ദേവഗൗഡയുടെ ഇന്നത്തെ രാഷ്ട്രീയത്തോടോ കേരളത്തിലെ കൃഷ്ണൻകുട്ടിക്കോ മാത്യു TV തോമസിനോ യാതൊരു യോജിപ്പുമില്ല. അവര് അതിന് എതിരാണ്. ഇത് അറിയാത്ത ആളല്ല അബിൻ വർക്ക്. പക്ഷെ ഞാൻ അത്തരം കുത്ത് ഇത്തരം ചർച്ച നടത്താൻ ശ്രമിക്കുന്നില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയത്തെ എത്രത്തോളം തമസ്കരിക്കുന്നുണ്ട് എന്നുള്ളത്. മണിപ്പൂരിൽ ആ വിഷയം ഉണ്ടായപ്പോൾ പോലും രാജ്യമെമ്പാടും ചർച്ചയുണ്ടായി, രാഷ്ട്രീയാതീതമായ ചർച്ചയുണ്ടായി. ഇത് പക്ഷേ അത്രത്തോളം ഗൗരവത്തോടെ കാണുന്നില്ല, കണക്കാക്കപ്പെടുന്നില്ല. അത്രത്തോളം ഗൗരവത്തോടെ ദേശീയ മാധ്യമങ്ങളടക്കം രാജ്യം ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ഇത് എന്തൊരു എത്ര കാലം അടിച്ചമർത്തപ്പെട്ട് നിന്ന വേദനയാണ്, എത്രമേൽ മൃഗീയമായ ആക്രമണങ്ങളാണ്. ഇതിനോടൊക്കെ കണ്ണുകെട്ടി നിൽക്കുന്ന ഒരു മനസാക്ഷിയാണ് ഇന്ത്യക്കുള്ളതെങ്കിൽ അതിനെ
എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? അല്ല, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ നാലാം തൂടെന്നൊക്കെ പറയുന്ന മാധ്യമങ്ങൾ, അതിൻ്റെ കോർപ്പറേറ്റ് മൂലധന ബന്ധം, അതുവഴി മോഡി ഉണ്ടാക്കിയിരിക്കുന്ന ആക്സസ്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തെ മാധ്യമങ്ങളെ മുഴുവൻ എന്താണ് BJPക്ക് ആവശ്യമായ രീതിയിൽ പരിമപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ NDAക്ക് മോഡിക്ക് ദോഷം ചെയ്യുന്ന ഒരു വിഷയവും ചർച്ച ചെയ്യേണ്ട എന്ന ഒരു നിലപാടിലാണ് ദേശീയ മാധ്യമങ്ങൾ. രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് മാത്രമല്ല, ദേശീയ മാധ്യമങ്ങൾ മോഡി പ്രസംഗിക്കുന്ന പൊതുയോഗങ്ങൾ, ആ പൊതുയോഗങ്ങളിൽ സദസ്സിലാളില്ല. നേരത്തെ മോഡി പ്രസംഗിക്കും എന്താണ് മോഡി അഭിമുഖമായി കാണുന്ന ജനക്കൂട്ടത്തിന്റെ ചിത്രം കൊടുക്കുമായിരുന്നു. ഇപ്പം എന്താണ് ജനക്കൂട്ടം എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ഒഴിഞ്ഞ കസേരകളാണ്, അതിലെ ചിത്രങ്ങൾ ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ മോഡിക്ക് ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന, മോഡിയുടെ ഒരു പബ്ലിക് റിലേഷൻ വർക്ക് നടത്തുന്ന അവസ്ഥയിലേക്ക് ദേശീയ മാധ്യമങ്ങൾ അവരിൽ അർപ്പിതമായ എല്ലാ മാധ്യമ ധാർമ്മികതയും കൈയൊഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ശരി.